ശശി തരൂരിനെതിരെ കോൺഗ്രസ് ദേശീയ നേതാക്കൾ മോദി ആദ്യം രാഷ്ട്രം രണ്ടാമത് എന്ന് പറയുന്നവരോട് എന്തു പറയാനാണെന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ ചോദിച്ചത്. പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്ന് കെ സി വേണുഗോപാലും പ്രതികരിച്ചു. പാർട്ടി നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിലപാടല്ലല്ലോ പാർട്ടിയുടെ നിലപാട്. പാർട്ടി ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് പാർട്ടി എടുക്കുന്ന നിലപാട് പാർട്ടിയുടെ ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചുകൊണ്ടുള്ള നിലപാടാണ്. അത് വ്യക്തികൾക്ക് വേണ്ടി ഡീവിയേറ്റ് ചെയ്യാറില്ല. അല്ല, അങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഡീവിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ ആ വ്യക്തിയാണ് ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗത്തിന് അംഗമായിട്ട് എപ്പോഴും ചർച്ചയുണ്ടാവില്ലേ? അതിനകത്ത് എപ്പോഴും അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ചർച്ചയുണ്ടാവില്ലേ? തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, ഇതിൻ്റെയൊക്കെ സാരം തരൂർ കൂടുതലായി കോൺഗ്രസുമായി അകലുന്നു, BJPയുമായി അടുക്കുന്നു എന്ന വാദത്തെ ശരിവെക്കുന്നതാണ്. എന്തൊക്കെയാണ് തരൂരിൻ്റെ ഇതേ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ പ്രതികരണം? എന്തൊക്കെയാണ് കെ സി വേണുഗോപാലും ഖാർഗെയും ഒക്കെ പറയുന്നത്? അജിംഷാദ്, തീർച്ചയായും ശശി തരൂർ യുദ്ധത്തിൽ മോദി സ്തുതി ആവർത്തിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്യുമ്പോഴും കൃത്യമായി നടപടി സ്വീകരിക്കാതെ വിമർശനവും ഒളിവുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ കൂടി, അതായത് കഴിഞ്ഞ ദിവസവും മോദി യുദ്ധത്തിൽ താൻ എന്തുകൊണ്ടാണ് മോദിയെ സ്തുതിച്ചത്, താൻ എന്തുകൊണ്ടാണ് ലേഖനം എഴുതുന്ന കാര്യത്തിൽ തരൂർ വീണ്ടും വിശദീകരിക്കുകയും മോദി ലോകമാകമാനം നടന്ന് എല്ലാ സന്ദേശവും കൃത്യമായ സന്ദേശങ്ങൾ ലോകത്ത് ഇന്ത്യയുടെ സന്ദേശം എത്തിക്കുന്നു, അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഒരാളായി മോദി മാറി, അതുകൊണ്ടാണ് താൻ മോദിയെ പ്രകീർത്തിച്ചതെന്നുള്ളൊരു വിശദീകരണമാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി ശശി തരൂർ ഇന്നിപ്പോൾ വാർത്താ ഏജൻസിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ഇന്നിപ്പോൾ മോസ്കോയിൽ വെച്ച് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല തൻ്റെ ഈ ഇത്തരം പ്രതികരണവും ലേഖനവും എല്ലാം തന്നെയും BJPയിലേക്കാണെന്നുള്ള തീരെയും വ്യാഖ്യാനിച്ചു. അതൊരു കൃത്യമായ ഗൂഢലക്ഷ്യമാണെന്ന് കൂടി തരൂർ പറഞ്ഞു വെക്കുകയും ചെയ്തു. എങ്കിൽ പോലും മോദിയെ താൻ പ്രകീർത്തിച്ചിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. പക്ഷേ അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയോട് മാധ്യമങ്ങൾ ചോദിച്ചത് തരൂരിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമോ? തരൂർ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. അദ്ദേഹം വീണ്ടും മോദിയെ സ്തുതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു, കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം അപ്പോഴും ഈ ഖാർഗെ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഓർത്ത് തല ഉണ്ടാക്കുന്നില്ല. അദ്ദേഹം എഴുത്തുകാരാണ്, അദ്ദേഹത്തിന് പലതും എഴുതാൻ കഴിയും, അങ്ങനെ എഴുതുന്ന ആളുകൾ പറയുന്ന ഓർത്ത് തല ഉണ്ടാക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ചിലർക്ക് ഞങ്ങൾക്ക് പ്രാധാന്യം, കോൺഗ്രസിന് പ്രാധാന്യം രാജ്യത്തിൻ്റെ ഐക്യവും സുരക്ഷയുമാണ്, ചിലർക്ക് മോദി അയക്കാൻ പ്രാധാന്യം, ഞങ്ങൾക്ക് പ്രാധാന്യം രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. അതിൽ നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അങ്ങനെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മറന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിൽ ഈ തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി പറയാതെ തങ്ങൾക്ക് ആരെയും പേടിയില്ല, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടി നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തി. പിന്നീട് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയതും അതേ നിലപാട് തന്നെയാണ്. ഇതിൽ അത് വ്യക്തിപരമായ നിലപാടാണ്. ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ ആ പ്രവർത്തക സമിതി യോഗത്തിൽ പോലും അദ്ദേഹത്തിന് തൻ്റെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇത് ഓരോ പാർട്ടി പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ചർച്ച ചെയ്യാനുള്ള വേദിയിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ വ്യക്തികളുടെ വേണ്ടി പാർട്ടി നിലപാടിൽ വ്യതിചലിക്കാൻ കഴിയില്ല എന്നും വ്യക്തികളുടെ നിലപാടല്ല പാർട്ടി നിലപാടെന്ന് ഇപ്പോൾ കെ സി വേണുഗോപാലും പറയുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളിൽ അവനവന് ബോധ്യമുണ്ടാകണമെന്നും തന്നെ ജയിപ്പിച്ചു വിട്ട ആലപ്പുഴ ജനങ്ങളാണ്, ആ ജനങ്ങളോട് കോൺഗ്രസ് പ്രവർത്തകരോട് തനിക്കൊരു കടപ്പാടുണ്ട്, അങ്ങനെ എല്ലാവർക്കും അതേ കടപ്പാടുണ്ടെന്ന് ഒരു ഒളിയമ്പ് കൂടി തരൂർക്ക് നൽകുകയാണ്. അങ്ങനെ കൃത്യമായ ഒളിയമ്പുകളും വിമർശനങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും തരൂരിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വൈരുദ്ധ്യം. അതാണ് കാരണം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായിരുന്നുകൊണ്ട് തന്നെ മോദിയെ പിന്തുണയ്ക്കുന്നു, മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, മോദിക്കൊപ്പം ഉണ്ട് എന്ന വാക്കുകൾ പറയുന്നു. പക്ഷേ അതിനെതിരെ എതിർപ്പല്ലാതെ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, കോൺഗ്രസ് ദുർബലമാകുന്നു. ഇതാണ് ഇതിലെ വൈരുദ്ധ്യമായി നിലനിൽക്കുന്നത്. എന്തായാലും ഖാർഗെയുടെയും കെ സി വേണുഗോപാലിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങളുടെ അല്ലെങ്കിൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.